വെൽക്കം ബാക്ക് ടു റീപ്ലൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിജയ് ദത്ത് എഴുതിയിട്ടുള്ള ദ കോംപ്രമൈസ് എന്നൊരു ഷോർട്ട് സ്റ്റോറിയാണ്. സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളെ നറേറ്റർ അദ്ദേഹത്തിൻ്റെ സ്കൂൾ കാലഘട്ടത്തിനെ പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ട് കൂടിയാണ്. അദ്ദേഹം ഹോസ്റ്റലിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടുതലൊരു സ്ട്രേഞ്ച് ബിഹേവിയറൊക്കെ കാണിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആസ്കാരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആസ്കാറിനെ പറ്റിയുള്ള കുറച്ചൊരു ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുക്കുന്നുണ്ട്. ഒരു റൗണ്ട് ഫേസാണ്, മുഖത്തൊക്കെ പിമ്പിൾസ് ഉണ്ട്, ഒരു ഷാർപ്പായിട്ടുള്ള ഐസാണ്, പിന്നെ ഒരു ലോൺലി ആയിട്ടുള്ള ഒരു നേച്ചറാണ് കാണുന്നത്. ഈ കുട്ടി അധികം ആളുകളായിട്ടൊന്നും അങ്ങനെ മിക്സ് ആവില്ല. എല്ലാ സമയത്തും ഒറ്റയ്ക്കാണ് പ്രിഫർ ചെയ്യുന്നത്, ഒറ്റയ്ക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് പ്രിഫർ ചെയ്യുന്നത്. അൺയൂഷ്വലായിട്ട് കാണാൻ കാരണം അദ്ദേഹത്തിന് ഒരു മിററിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്ന് ഒറ്റയ്ക്ക് മിററിനോട് സംസാരിക്കുന്ന ഒരു പ്രകൃതം കൂടി ഉണ്ടായിരുന്നു. സ്വന്തം റിഫ്ലക്ഷനെ ക്വസ്റ്റ്യൻ ചെയ്യും, അതുപോലെ തന്നെ അതിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കും, ആർഗ്യൂ ചെയ്യും. ഇങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റിയും കൂടിയും ഈ അസ്കർ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്ന സമയത്ത് ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇവനെ കളിയാക്കുകയും അവന് പ്രാന്താന്ന് വരെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അസ്കാരൻ മൈൻഡ് ചെയ്യുന്നില്ല. കഥ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ്റെ ഇന്നർ കോൺഷ്യസിനോട് തന്നെയാണ് സംസാരിക്കുന്നത്. അസ്കാരൻ ഒരു പോർ ഫാമിലി ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളാണ്. അവൻ്റെ പാരൻസ് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവൻ്റെ ഫാമിലീൻ്റെ ബുദ്ധിമുട്ടും എത്രത്തോളം അവർ സ്ട്രഗിൾ ചെയ്യുന്നുള്ള കാര്യമൊക്കെ ഈ മിറർ ഇമേജ് ഇവനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ റിമൈൻഡ് ചെയ്തുകൊണ്ട് അവനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവനൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റി മുന്നോട്ട് ചെയ്യാനുണ്ട്, ഇവരോടൊക്കെ ഒരു റെസ്പോൺസിബിൾ ആയിരിക്കണം എന്നുള്ള കാര്യം കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. റിഫ്ലക്ഷൻ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യുന്നത്, എന്തിനാണ് സ്റ്റഡി കുറച്ചുകൂടി സീരിയസ് ആയിട്ട് നോക്കണം, അതുപോലെ തന്നെ പാരൻസിനെ ചതിക്കരുത്, അവർക്ക് നിന്നിൽ കുറേ ഹോപ്സ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് കോൺസ്റ്റൻ്റായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈ കുട്ടി വലുതാകുന്നതിനനുസരിച്ച് അവരുടെ ഇടയിൽ നടക്കുന്ന ആ കോൺവേഴ്സേഷൻ ഒന്നും കൂടി ഇൻറ്റൻസ് ആവുകയാണ്, കുറച്ചുകൂടി ഡീപ്പായിട്ട് മാറുകയാണ്. ഈ മിറർ അവൻ്റെ ഒരു സെക്കൻഡ് സെൽഫ് അല്ലെങ്കിൽ ഒരു മോറൽ സെൽഫായിട്ട് മാറുകയാണ്. അവൻ എന്തെങ്കിലും ഒരു റോങ് ആയിട്ടുള്ള ആക്ഷൻ ചെയ്യുകയാണെങ്കിൽ അതിനെ ചാലഞ്ച് ചെയ്ത് അതിനെ തിരുത്താൻ വേണ്ടിയിട്ട് അവൻ്റെ കോൺഷ്യസ്നെസ് ശ്രമിക്കുന്നുണ്ട്. മിറർ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇവനെ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങുന്നു. അവൻ്റെ ലേസിനെസ്, ഡിസോണസ്റ്റി ആൻഡ് ബാഡ് ഹാബിറ്റിനൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇത് അവനെ അൺകംഫർട്ടബിൾ ആക്കുന്നുണ്ട്. അവനറിയാം ആ മിറർ പറയുന്ന കാര്യങ്ങളൊക്കെ റൈറ്റാണ്. അതുകൊണ്ട് തന്നെ അവൻ ചെയ്യുന്നതിലെ ഓരോ കുറ്റങ്ങളും ഈ മിറർ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത് അവന് തീരെ ഇഷ്ടമാവുന്നില്ല. അസ്കാരൻ വലുതാവുന്നതിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. അവൻ്റെ കോൺഷ്യസ്നെസ്, അവൻ്റെ ഉത്ബോധ മനസ്സ് പറയുന്നതൊക്കെ കേൾക്കാതാവുന്നുണ്ട്. ജസ്റ്റ് ഇഗ്നോർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അവനെ ഡ്രിങ്കിങ്ങിലും അതുപോലെ ഗേൾസിനെ ചേസ് ചെയ്യുന്നതിലും ഒരു ഇറസ്പോൺസിബിൾ ആയിട്ട് ജീവിക്കുന്നതിലൊക്കെ കൂടുതൽ അട്രാക്റ്റ് ആവുന്നു. അവൻ്റെ മൊറാലിറ്റി ഒക്കെ ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെയും മിറർ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, അവനെ കണ്ടിന്യൂസ്ലി ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പിന്നീട് അവൻ്റെ ലൈഫിൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള പല കാര്യങ്ങളും നടക്കാൻ തുടങ്ങുന്നുണ്ട്. അസ്കാരൻ ഈ മിററിൽ നോക്കുന്ന സമയത്ത് അവൻ്റെ ഫേസ് അല്ല, പിന്നെ നോർമൽ ഫേസ് അല്ല പിന്നീട് കാണുന്നത്. ചില സമയത്ത് ഡോങ്കീൻ്റെ ഫേസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആനിമൽസിൻ്റെ ഇയേഴ്സൊക്കെ ഉള്ളത്, അതുപോലെ അവൻ്റെ തലയിൽ ഓൺസൊക്കെ വളരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഗോഡ് ലൈക്ക് ഫേസൊക്കെ ആയിട്ടാണ് മിററിൽ അവൻ്റെ ഇമേജ് അപ്പിയർ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ആയ സമയത്ത് അവന് ആരും വേണ്ട, സൈലൻസിനെ മതി എന്നുള്ള ഒരു സിറ്റുവേഷൻ എത്തുന്ന സമയത്ത് അവൻ്റെ ഓൺ കോൺഷ്യസിനെ തന്നെ ബിട്രേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിനി ക്വസ്റ്റ്യൻ ചെയ്യേണ്ട, ലാസ്റ്റ് തീരെ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവൻ ആ മിറർ ഉടച്ച് കളയുക, സ്മാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ മിറർ ബ്രേക്ക് ചെയ്യുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് സിംബോളിക്കലി ഡിസ്ട്രോയ് ദ ഓൺലി വോയിസ് ദാറ്റ് ഒപ്പോസസ് കറപ്ഷൻ. ആകെ ഒരാൾ മാത്രമേ ഇവനെ ചോദ്യം ചെയ്യാനുള്ളത്, അത് അവൻ്റെ കോൺഷ്യസ്നെസ് ആണ്. കറപ്ഷനിൽ നിന്ന് മാറ്റാനൊക്കെ ശ്രമിക്കുന്നത്, അതിൻ്റെ വോയിസ് കേൾക്കണ്ട എന്നുള്ള രീതിയിൽ അവന് ആ മിറർ ബ്രേക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഈ കാര്യമാണ് ഈ സ്റ്റോറിയുടെ സെൻട്രൽ കോംപ്രമൈസ് ആയിട്ട് വരുന്നത്. അസ്കാരൻ കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത് വേറൊരാളോടല്ല, അവൻ്റെ സ്വന്തം സെൽഫിനോടാണ്. അവൻ മോറലി റൈറ്റ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ആകെ അവൻ്റെ സെൽഫ് മാത്രമേ ഉള്ളൂ, അതിനോടാണ് അവൻ കോംപ്രമൈസ് ചെയ്യുന്നത്. ഈ മിറർ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അവനാരും പിന്നീട് ഒരു സ്ട്രേഞ്ച് ബിഹേവിയർ ആയിട്ടുള്ള, ഒരു മാഡായിട്ടുള്ള ഒരാളായിട്ട് കണക്കാക്കിയിട്ടില്ല. ഈവൻ സൊസൈറ്റി അക്സെപ്റ്റഡ് ഹിം. അവനിപ്പം എല്ലാവരെ പോലെയാണ്, പ്രാക്ടിക്കലാണ്, വേൾഡിയാണ്, സെൽഫിഷാണ്, മോറലി കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്, ഒരു കറപ്റ്റഡ് ആയിട്ടുള്ള പേഴ്സണാണ്. അതിനാൽ തന്നെ സൊസൈറ്റി ഇവനെ അക്സെപ്റ്റ് ചെയ്തു. ഇതിനു മുൻപ് മിറർ ഉണ്ടായിരുന്നു. മിറർ അവൻ്റെ കറപ്ഷൻസൊക്കെ ഓരോ റോങ് ആയിട്ടുള്ള കാര്യങ്ങളും കറപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനും സൊസൈറ്റിയിൽ ഫിറ്റാണ്. അവനും എല്ലാവരെയും പോലെയും ഒരു കറപ്റ്റഡ് ആയിട്ടുള്ള ആളായിട്ട് മാറിയിട്ടുണ്ട്. അവനൊരുപാട് ക്യാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവൻ സോഷ്യലി സക്സസ്ഫുൾ ആയിട്ടുണ്ട്. പീപ്പിൾ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്.
പക്ഷേ ഈ സക്സസ്സിന് അവന് വലിയൊരു വില കൊടുക്കേണ്ടി വന്നു. അവൻ അവൻ്റെ ഇന്നർ വോയിസിനെ തന്നെ കില്ല് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഷോർട്ട് സ്റ്റോറിയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.